പരിമളം ഉള്ള സദസ്സിലും വേദിയിലുമുള്ള ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, ഞാനേറെ സന്തോഷവാനും അതുപോലെ തന്നെ ഒരു ആത്മസംതൃപ്തിയോട് ഉള്ള ഹൃദയത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ആലുവയ്ക്ക് ശ്രീനാരായണ ഗുരുജിയുടെ പാദസ്പർശമേറ്റ സ്ഥലം, അപ്പുറത്ത് കാൽവി ശ്രീ ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ സ്ഥലം, ആ പെരിയാറിൻ്റെ തീരത്ത് തൊട്ടടുത്ത് ശ്രീമൂല നഗരം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. അവരുടെ നാട് തൊട്ടടുത്ത് കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുണ്ട്, പ്രസിദ്ധമാണ്, നിങ്ങൾ പലരും അറിയും, പോയിട്ടുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ആ നാട്ടുകാരി. എൻ്റെ ചെറുപ്പത്തിൽ ഈ കാഞ്ഞൂർ 10-ാം തീയതി തിരുനാളിന്, പ്രസിദ്ധമായ സെൻറ്റ് സെബാസ്റ്റ്യൻസിൻ്റെ തിരുനാളിന് അതിൻ്റെ തലേ ദിവസം പ്രദക്ഷിണം, ഞങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ തിരുനാളിനോടനുബന്ധിച്ചൊരു പ്രദക്ഷിണം പോകാറുണ്ട്. അപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ പ്രദക്ഷിണം അങ്ങോട്ട് പോകുമ്പോൾ പുതിയടത്ത് അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പുതിയടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേവിയുടെ പ്രതിഷ്ഠയുള്ളൊരു അമ്പലമുണ്ട്. അപ്പം ആ അമ്പലത്തിൻ്റെ അവിടെ ദീപാലങ്കാരങ്ങളുണ്ടാകും, ദേവിയുടെ വിഗ്രഹമുള്ള ആ ശ്രീകോവിൽ തുറന്നിടും. എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറയും, നാട്ടുകാരും പറയും, മോനെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയമാണ്. ആങ്ങളെയും പെങ്ങളും കണ്ടുമുട്ട ആരാ? സെൻറ്റ് സെബാസ്റ്റ്യാനോസ് ദേവിയും കണ്ടുമുട്ടുന്നു. ഭയങ്കര പടക്കവും ഭയങ്കര ആഘോഷവും. ഞാൻ മുതിർന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരെ പോലെ സെമിനാരിൽ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യാനോസ് ജനിച്ചത് റോമിലാണ്. ഈ ദേവി, ഈ നാട്ടുകാരി, ഇന്ത്യക്കാരി, ഇവർ രണ്ടുപേരും ആങ്ങളെ പെങ്ങളോ ആയത് എങ്ങനെയാണെന്ന് എന്നിലെ ബുദ്ധിജീവി ചിന്തിച്ചു. പക്ഷെ ഇന്നും എൻ്റെ നാട്ടിലെ ആത്മമാരും സുമനസ്സുകളായ വിശ്വാസികളും പറയുന്നത് അവരാങ്ങളെ പെങ്ങളോ ആണ്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദം. ഇതുപോലെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നമുക്ക് നേരെ സംസാരിക്കുന്നില്ല. നല്ല വളരെ സിമ്പിളായിട്ടുള്ള വിശ്വാസം, വലിയ ദൈവശാസ്ത്രമോ വലിയ വേദാന്തങ്ങളോ ഒന്നും പഠിക്കാത്ത സാധാരണ മനുഷ്യർ എത്ര സൗഹൃദത്തോടു കൂടിയാണ് പരസ്പരം അവരുടെ അയൽപക്കങ്ങളിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ കൈമാറുന്നതും, റംസാനും ബക്രീദിനും കൈമാറുന്നതും, അതുപോലെ ക്രിസ്മസിനും കൈമാറുന്നതും, അതൊക്കെ ധാരാളം അനുഭവിച്ചിട്ടുള്ള, അതിന് ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പ്രേംജി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ശംഖനാഥം എന്നാണ്. ശംഖ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ശങ്കറിൻ്റെ നാഥം നമുക്കറിയാം. അതിൽ ഓംകാരനാഥം, പ്രണവഗാനം മുഴക്കുന്ന, നൈവേദ്യം സമർപ്പിക്കുന്ന ആ ശംഖിനെ കുറിച്ചിട്ടാണ് പ്രേംജി പാടിയത്. എന്താണെന്നറിയോ? എന്നിലെ ജന്തു ചത്തുപോയി, ഞാൻ കേവലം ഒരു തൊണ്ടാകാം, ഗേഹം എനിക്കതിലൊപ്പം. ആ ഒച്ചയില്ലാതെ ഒരൊച്ചായ കടൽക്കുള്ളിൽ കിടക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു. എന്നിലെ ജന്തു ചത്തക്കോഴി സജ്ജനങ്ങൾ എന്നെ പൂജാപാത്രമായി കണ്ടുള്ളൂ. എന്നിലെ ജന്തു ചത്തക്കോഴയെ മനുഷ്യ ശ്വാസമെടുത്ത് എനിക്ക് ഓംകാരനാഥം പുറപ്പെടുവിക്കാൻ സാധിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, ശംഖിൽ ജന്തു ചത്തപ്പോഴാണ് അത് ഈശ്വരന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റായി മാറുന്നത്. എന്നിൽ നിങ്ങളിലും ഒരു ജന്തു ഉണ്ട്. അത് വർഗീയയുടെ ജന്തുവാകാം, വർഗീയതയുടെ ജന്തുവാകാം, അത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ജന്തുവാകാം. ആ ജന്തുവിനെ കൊല്ലുന്നതാണ്, കൊല്ലാൻ പഠിപ്പിക്കുന്നതാണ് എല്ലാ മതങ്ങളും. എല്ലാ മതങ്ങളും ആ ജന്തുവിനെ കൊല്ലുക. അത് ഖുർആൻ വായിക്കുമ്പോഴും ഇന്ന് രാമായണ മാസം അവസാനിക്കുകയാണ്. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ ഖുർആനും രാമായണവും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചൊല്ല് ഏതാണെന്ന് ഈ രാമായണ മാസത്തിന്റെ അവസാനം നോക്കിയാൽ നമുക്കറിയാം.
രാമം ദശരഥം വിത്തി മാ വിത്തി ജനകാത്മജം അയോധ്യമടവീം വിത്തി ഗച്ഛതാതാ യഥാസുഖം. എന്നുവെച്ചാൽ സുമിത്ര, ലക്ഷ്മണന്റെ അമ്മ, സീതയും രാമനും ലക്ഷ്മണനോടൊപ്പം, അല്ലെങ്കിൽ സീതയോടും രാമനോടും ഒപ്പം ലക്ഷ്മണൻ പോകുന്ന നേരത്ത് അമ്മ മകനോട് പറഞ്ഞ ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചൊല്ല്. എന്താണ് പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി, രാമനെ നിന്റെ അച്ഛനായി കാണുക, സീതയെ നിന്റെ അമ്മയായി കാണുക, അടവി കാടിനെ അയോധ്യയായി കാണുക, നിനക്ക് സുഖം വരും. അല്ലേ? ഖുർആനിൽ 19-ാമത്തെ അധ്യായം മുഴുവൻ മറിയം ബീവിയെ കുറിച്ച്, മാതാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഖുർആനിലെ കൊട്ടേഷൻ വരുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ ഈശോനബിയെ കുറിച്ച് ഖുർആനിൽ 100-ലേറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉള്ളവരെ എല്ലാ മതങ്ങളും പറയുന്നത്, ഈ മതങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ജന്തുവിനെ കൊല്ലാനായിട്ടുള്ള ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് ഇവിടെ വന്ന് സംസാരിച്ച സ്വാമിജിയും ആദരണീയനായ ശിഹാബ് തങ്ങളും ഫൈസൽ ഇമാമും എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ ഒരു ശുദ്ധീകലസം നമ്മൾ നടത്തണം. പ്രസിദ്ധനായ നോവലിസ്റ്റ് കസാൻ ബിസാക്കിസിന്റെ ഒരു പുസ്തകമുണ്ട്, സേവിയേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തെ രക്ഷിക്കുന്നവർ. ദൈവത്തിന് നമ്മളാരും രക്ഷകരായി മാറണ്ട. ദൈവത്തിനെ രക്ഷിക്കാൻ ഞാൻ വാളെടുക്കണ്ട, തോക്കെടുക്കണ്ട, എന്റെ കൂടപ്പുറപ്പിനെ കൊല്ലണ്ട, അവന്റെ ഉദരം പിളർക്കണ്ട, അവന്റെ കഴുത്ത് കണ്ടിക്കണ്ട, അവനെ നെഞ്ചിൽ നിറയൊഴിക്കേണ്ട. ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് രക്ഷിക്കുക? എന്നെ തന്നെ വിശുദ്ധീകരിച്ച്, എന്നിലെ നൈർമല്യം കൊണ്ട്, എന്നിലെ ശുദ്ധത കൊണ്ട്, എന്നിലെ പരിശുദ്ധി കൊണ്ട്, അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടം, ആ വ്യക്തികളുടെ കൂട്ടമാണ് ഭാരത മാതാ കി ജയ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ആരാണ് ഈ ഭാരതമാത? ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളാണ്, സ്ത്രീ പുരുഷന്മാരാണ് ഭാരതമാത. അതാണ് ഭാരതമാതാ കി ജയ്. ഭാരതമാത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മണ്ണാണ്, ഇവിടുത്തെ പുഴയാണ്, ഇവിടെ ജനഗണമന ദേശീയ ഗാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പർവ്വതം, ഹിമാലയം, ഇതെല്ലാം ഇവിടുത്തെ ബഷീറിനെ കുറിച്ച് നമ്മുടെ വാലുങ്കൽ പിതാവ് പറഞ്ഞു, ഇവിടുത്തെ പുഴുക്കളും പൂക്കളും എല്ലാവർക്കും നമുക്ക് ജീവിക്കണം എന്നുള്ളതാണ്. അതിന് സാധ്യമാകുന്ന സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. അതിനെതിർത്ത് നിൽക്കുന്നവൻ, ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും, അവൻ മനുഷ്യനെ എതിർക്കുന്നു. മനുഷ്യനെ എതിർക്കുന്നവർ ദൈവത്തെയാണ്, ഈശ്വരനെയാണ്, അല്ലാഹയെയാണ് എതിർക്കുന്നത്. അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈശ്വരന് മറ്റൊരു പേരില്ല. സബർമതി ആശ്രമത്തിൽ നിന്നും വന്ന ഈശ്വര അല്ലാഹ് തേരാ നാം സബ്കാ സന്മതി എന്നുള്ള മനോഹരമായി ഭജൻ ഓർക്കുക. അത് നമ്മുടെ ഹൃദയ മന്ത്രമാകട്ടെ. ഈ നല്ലൊരു ദിവസം സമ്മാനിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു തുടക്കം ഒരു തുടർച്ചയാകട്ടെ. അത് സൗഹൃദത്തിന്റെ ഒരു പരിമളം പരത്തലാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.